Next requirement elicitation technique ആണ് the use case approach. Use case approach എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഓഫ് റിക്വയർമെന്റ്സ് ആണ്. അതിനെ നമ്മൾ പിക്ചോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഡോക്യുമെന്റേഷൻ ആണ് ചെയ്യുന്നത്. ആ ഡോക്യുമെന്റേഷനെ തന്നെ പിക്ചോറിക്കൽ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നതിനെയാണ് യൂസ് കേസ് അപ്രോച്ച് എന്ന് പറയുന്നത്. For many years, requirement engineers have been used stories or scenarios to explain the interaction of a user with the proposed system in order to gather requirements. Some sort of stories അല്ലെങ്കിൽ scenarios ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇവരെന്ത് ചെയ്യുന്നത്, റിക്വയർമെന്റ് എഞ്ചിനീയേഴ്സ് സിസ്റ്റത്തിലെ റിക്വയർമെന്റ്സ് കളക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ദെൻ ഐവർ ജേക്കോബ്സൺ ആൻഡ് അതർ അവരുടെ ടീം മെമ്പേഴ്സ് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രൊഡ്യൂസ് യൂസ് കേസ് അപ്രോച്ച് ഫോർ എലിസിറ്റേഷൻ ആൻഡ് മോഡലിംഗ്. യൂസ് കേസ് അപ്രോച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഫസ്റ്റ് കേസസിലൊക്കെ അത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിലാണ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അപ്പൊ അവിടെ നമുക്ക് മൊഡ്യൂൾസ് ഒക്കെ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതുകൊണ്ട് തന്നെ അവർ യൂസ് കേസ് അപ്രോച്ച് ഒബ്ജക്റ്റ് ഓറിയന്റഡ് മോഡലിലാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്തത്. ഇപ്പോൾ യൂസ് കേസ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഗിവ് ഫങ്ഷണൽ വ്യൂ ആണ്. അതായത് നമ്മൾ റിക്വയർമെന്റ്സ് ഇങ്ങനെ വെറുതെ എഴുതി വെക്കുന്നതിനേക്കാളും നല്ലത് എന്തൊക്കെ ഫങ്ഷൻസ് ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നുള്ള ഒരു ഫങ്ഷണൽ വ്യൂ ആണ് യൂസ് കേസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. This approach uses a combination of text and pictures in order to improve the understanding of requirements. നമ്മൾ റിക്വയർമെന്റ്സിന് ഡോക്യുമെന്റ് ചെയ്ത് സാധാരണ നാച്ചുറൽ ലാംഗ്വേജസിൽ എഴുതി വെച്ച് കഴിഞ്ഞാൽ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഒരു നോട്ടീസ് ഒക്കെ ആകുമ്പോൾ നോട്ടീസിൽ കുറെ റൈറ്റിംഗ്സ് ഉള്ള നോട്ടീസിനേക്കാളും പിക്ചോറിക്കൽ ആയിട്ടുള്ള നോട്ടീസ് ആയിരിക്കും കുറച്ചുകൂടി ഇംപ്രസീവ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെയാണ് യൂസ് കേസിന്റെ കേസിലും. അവിടെ എന്താ പിക്ചോറിക്കൽ റെപ്രസെന്റേഷനാണ്, ടെക്സ്റ്റും അതുപോലെ തന്നെ പിക്ചേഴ്സും ഒക്കെ വെച്ചിട്ടുള്ള റെപ്രസെന്റേഷനാണ്. അപ്പൊ അത് കുറച്ചും കൂടി അണ്ടർസ്റ്റാൻഡിങ് ആയിരിക്കും കാണുന്ന സമയത്ത്. ഇതിൻ്റെ അകത്ത് തന്നെ വാട്ട് ദ സിസ്റ്റം ഡു എന്നുള്ളതാണ് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഹൗ ദ സിസ്റ്റം എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഫങ്ഷണൽ വ്യൂ മാത്രമേ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് യൂസ് കേസിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ഒക്കെയാണ്. യൂസ് കേസ് എന്ന് പറയുന്ന ടേം യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് കേസ് സിനാരിയോ യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യൂസ് കേസ് ഡയഗ്രാംസ് ഉണ്ട്. ഇത് മൂന്നും കേൾക്കുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കും ഒരുപോലുള്ള സാധനങ്ങളല്ലേ, ബട്ട് അത് ഡിഫറെന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ് ഓരോന്നും. അപ്പൊ യൂസ് കേസ് എന്ന് പറയുന്നത് ആർ സ്ട്രക്ചേർഡ് ഔട്ട്ലൈൻ ഓർ ടെംപ്ലേറ്റ് ഫോർ ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് യൂസർ റിക്വയർമെന്റ്സ് മോഡൽഡ് ഇൻ എ സ്ട്രക്ചേർഡ് ലാംഗ്വേജ് ലൈക്ക് ഇംഗ്ലീഷ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന റിക്വയർമെന്റ്സ്, നിങ്ങളിപ്പോൾ ഒരു ലൈബ്രറി സിസ്റ്റം ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ബുക്ക് എടുക്കാൻ വേണ്ടി പറ്റണം, ബുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റണം, ബുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റണം, അതുപോലെ തന്നെ ലൈബ്രറിന് പുതിയ ബുക്ക് വാങ്ങിക്കാൻ വേണ്ടി പറ്റണം, അതുപോലെ തന്നെ എന്തെങ്കിലും ബുക്കിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അതിനെ റിട്ടേൺ ചെയ്യാൻ വേണ്ടി പറ്റണം, ബുക്കിനെ കാറ്റഗറൈസ് ചെയ്തിട്ട് ഓരോ റാക്കിൽ വെക്കാൻ വേണ്ടി പറ്റണം. അതൊക്കെ ഡിഫറെന്റ് റിക്വയർമെന്റ്സ് ആണ്. അപ്പൊ അങ്ങനെയുള്ള റിക്വയർമെന്റ്സിനെ ഒരു സ്ട്രക്ചേർഡ് വേയിൽ മോഡൽ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്, യൂസ് കേസ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തേന്ന് പറയുന്നത് യൂസ് കേസ് സിനാരിയോ ആണ്. യൂസ് കേസ് സിനാരിയോ എന്ന് പറയുന്നത് ആർ അൺസ്ട്രക്ചേർഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് യൂസർ റിക്വയർമെന്റ്സ്. ഈ തന്നിരിക്കുന്ന ഗോൾസിന്റെ ഡിസ്ക്രിപ്ഷൻ, ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അതാണ് യൂസ് കേസ് സിനാരിയോ എന്ന് പറയുന്നത്. അപ്പൊ ബുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റണം, അതൊരു ഗോളാണ്. ആ ഗോളിന് സം സോർട്ട് ഓഫ് കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യേണ്ടി വരും. അതൊക്കെ അതിന്റെ സിനാരിയോ ആയിട്ട് എഴുതി വെക്കും. ദെൻ പറയുന്നത് യൂസ് കേസ് ഡയഗ്രാംസ് ആണ്. യൂസ് കേസ് ഡയഗ്രാംസ് എന്ന് പറയുന്നത് ആർ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻസ് ദാറ്റ് മേ ബി ഡീകമ്പോസ്ഡ് ഇൻ ടു ഫർദർ ലെവൽ ഓഫ് അബ്സ്ട്രാക്ഷൻ. അതായത് ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് യൂസ് കേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇപ്പം സം കോംപ്ലക്സ് റിക്വയർമെന്റ്സ് ഒക്കെ വരുവാണെങ്കിൽ, കോംപ്ലക്സ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് വരുവാണെങ്കിൽ ഒരു 3-4 റിക്വയർമെന്റ്സിന്റെ കളക്ഷനെയാണ് കോംപ്ലക്സ് റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതിന് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഫർദർ ലെവലിലേക്ക് അതിനെ ഡീകമ്പോസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനെ ഡിഫറെന്റ് ലെവൽസിലേക്ക് ഡീകമ്പോസ് ചെയ്തിട്ട് നമുക്ക് ചെറിയ ചെറിയ ഡയഗ്രാംസ് ആയിട്ട് പിന്നെയും വരക്കാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് പറയുന്നത് കമ്പണൻസ് ഓഫ് യൂസ് കേസ് അപ്രോച്ച് ആണ്. അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ആക്ടർ. 2 കമ്പണൻസ് ആണുള്ളത്, ആക്ടറും യൂസ് കേസും. ആക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ഏജൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ പുറമേ നിന്ന് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന ആൾക്കാരിനെയാണ് എന്ത് പറയുന്നത്, എക്സ്റ്റേണൽ ഏജൻസ് ഓർ ആക്ടർ എന്ന് പറയുന്നത്.
നമ്മൾ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാം. അപ്പോൾ ആരൊക്കെയാണ് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്? സ്റ്റുഡൻസ് എന്ത് ചെയ്യും? ബുക്ക് സ്റ്റുഡൻസിന് ഇഷ്യൂ ചെയ്യുകയും ചെയ്യും, അതുപോലെ തന്നെ സ്റ്റുഡൻസ് റിട്ടേൺ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറയുന്നത് ഒരു ആക്ടറാണ്. ദെൻ ടീച്ചേഴ്സിന് എന്ത് ചെയ്യാം? ബുക്സ് എടുക്കാൻ വേണ്ടി പറ്റും അല്ലെ? അപ്പൊ ടീച്ചേഴ്സ് ആക്ടറാണ്. അതുപോലെ തന്നെ ഓഫീസ് സ്റ്റാഫിന് വേണമെങ്കിൽ എന്തെങ്കിലും ലൈബ്രറി ബുക്ക് എടുത്ത് വായിക്കാനൊക്കെ പറ്റും. അപ്പൊ അവര് ആക്ടേഴ്സ് ആണ്. പ്രിൻസിപ്പലിന് ബുക്ക് എടുക്കാൻ വേണ്ടി പറ്റും, ആക്ടേഴ്സ് ആണ്. ദെൻ ലൈബ്രറിയിലുള്ള ലൈബ്രറിയിൽ എന്ത് ചെയ്യാം? ബുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ഓപ്പറേഷൻസ് ഒക്കെ ചെയ്യുന്നത് ലൈബ്രറിയിലാണ്. അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്ന കേസും ലൈബ്രറിയിലാണ്. ലൈബ്രറിയിലായിരിക്കും എന്ത് ചെയ്യുക? കംപ്ലീറ്റ് സിസ്റ്റത്തിനെ മാനേജ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ലൈബ്രറി സിസ്റ്റത്തിന്റെ കേസിൽ വരുന്ന ആക്ടേഴ്സ്. അപ്പൊ ആക്ടേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺസ് ആവാം. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതൊക്കെ പേഴ്സൺസ് ആണ്. ദെൻ എന്താവാം? മെഷീൻ ആവാം. മെഷീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ ഈ ബുക്കിന്റെ നമ്പർ ഒന്നും എഴുതുന്നല്ല ചെയ്യുക അല്ലെ? അവർക്ക് ബാർകോഡ് റീഡർ ഉണ്ടാവും. അവർ ജസ്റ്റ് സ്കാൻ ചെയ്യും, ബുക്കിന്റെ ഇൻഫർമേഷൻസ് സ്റ്റോർ ചെയ്യും. അപ്പോൾ മെഷീനാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. അപ്പൊ അതൊരു ആക്ടറാണ്. അതുപോലെ തന്നെ ഇൻഫർമേഷൻ സിസ്റ്റം, എന്തെങ്കിലും വേറെ ഏതെങ്കിലും ലൈബ്രറിന്റെ ഇൻഫർമേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്താണ്? അതും ഒരു ആക്ടറാണ്. അപ്പൊ ഇതൊക്കെയാണ് ആക്ടറിന്റെ കേസിൽ വരുന്നത്. പിന്നെ ഈ കോക്ബേൺ എന്ന് പറയുന്ന പേഴ്സൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ആക്ടറിനെ തന്നെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. സെക്കൻഡറി യൂസറും അതുപോലെ തന്നെ പ്രൈമറി യൂസറും. പ്രൈമറി യൂസർ എന്ന് പറയുന്നത് പ്രൈമറി ആക്ടർ ഈസ് വൺ ഹാവിങ് എ ഗോൾ റിക്വയറിംഗ് ദ അസിസ്റ്റൻസ് ഓഫ് ദ സിസ്റ്റം. അതായത് ഈ സിസ്റ്റത്തിന്റെ അസിസ്റ്റൻസ് ആവശ്യമുള്ളവർ. ഇപ്പൊ നമ്മൾ ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടാക്കിയാൽ അതിന്റെ അസിസ്റ്റൻസ് ആർക്കൊക്കെ ആവശ്യം? ലൈബ്രറിയന് ആവശ്യമാണ്, സ്റ്റുഡൻസിന് ആവശ്യമാണ്, ടീച്ചേഴ്സിന് ആവശ്യമാണ്. അപ്പൊ അവരൊക്കെയാണ് എന്ത്? പ്രൈമറി യൂസേഴ്സ് എന്ന് പറയുന്നത്. ആ സിസ്റ്റം യൂസ് ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഒരു ഫാർമസി സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന്റെ യൂസ് ചെയ്യുന്ന ആൾക്കാരാരാ? പേഷ്യൻസ്, അതുപോലെ തന്നെ ഡോക്ടേഴ്സ് ഒക്കെയാണ് ഫാർമസി സിസ്റ്റം യൂസ് ചെയ്യുന്നത്. അപ്പൊ അവരാണ് അതിന്റെ പ്രൈമറി ആക്ടർ എന്ന് പറയുന്നത്. സെക്കൻഡറി ആക്ടർ എന്ന് പറയുന്നത് വൺ ഫ്രം വിച്ച് സിസ്റ്റം നീഡ്സ് അസിസ്റ്റൻസ്. നിങ്ങളുടെ സിസ്റ്റത്തിന് എന്തെങ്കിലും കംപ്ലൈന്റ് പറ്റിക്കഴിഞ്ഞാൽ അതിനെ ശരിയാക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെയാണ് എന്ത് പറയുന്നത്? സെക്കൻഡറി ആക്ടർ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? രണ്ടാമത്തെ കമ്പണന്റ് ആണ് യൂസ് കേസ് എന്ന് പറയുന്നത്. യൂസ് കേസ് ഈസ് ഇനിഷ്യേറ്റഡ് ബൈ യൂസർ വിത്ത് എ പെർട്ടിക്കുലർ ഗോൾ ഇൻ മൈൻഡ് ആൻഡ് കംപ്ലീറ്റ് സക്സസ്ഫുള്ളി വെൻ ദ ഗോൾ ഈസ് സാറ്റിസ്ഫൈഡ്. യൂസ് കേസ് എന്ന് പറയുന്നത് നമ്മളെ യൂസർ ഇന്ററാക്ട് ചെയ്യുന്നതാണ്. അതിൻ്റെ അകത്ത് കുറെ ഗോൾസ് ആണ് ഉണ്ടാവുക, നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ ഗോൾസ്. അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു ഗോളുമായിട്ട് എന്ത് ചെയ്യും? ഒരു ആക്ടർ ഒരു ഗോളുമായിട്ട് ആ യൂസ് കേസിന്റെ അടുത്തേക്ക് വരും. അപ്പൊ നമുക്ക് ബുക്ക് എടുക്കുകയാണ് വേണ്ടത്. അപ്പൊ അതാണ് നമ്മുടെ ഗോൾ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യും. ദെൻ നമ്മൾ ഗോൾ എപ്പോഴും സാറ്റിസ്ഫൈ ചെയ്യുക? ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളെ ഗോൾ സാറ്റിസ്ഫൈ ചെയ്യും. അതാണ് യൂസ് കേസ് എന്ന് പറയുന്നത്. നമുക്ക് പിക്ചോറിക്കലായിട്ട് കാണുമ്പോൾ കുറച്ചും കൂടി മനസ്സിലാവും. Then it describes the sequence of interactions between the actor and the system necessary to deliver the services that satisfy the goal. നമുക്കൊരു ബുക്ക് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി ബുക്ക് എടുത്തിട്ട് വരില്ലെന്ന് പറഞ്ഞാൽ മാനുവലി നടക്കും. പക്ഷെ കമ്പ്യൂട്ടറിന്റെ കേസിലാണെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ബുക്കിന്റെ പേര് പറഞ്ഞു കൊടുക്കണം. ദെൻ ബുക്കിന്റെ പേര് കൊടുത്തിട്ട് ഏത് ഓർഡറാന്ന് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ ഏത് എഡീഷനാന്നൊക്കെ കൊടുക്കേണ്ടി വരും. ആ ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ലൈബ്രറിയിൽ എന്ത് ചെയ്യും? അത് അടിച്ചിട്ട് സിസ്റ്റത്തിൽ നോക്കും, ബുക്ക് അവൈലബിൾ ആണോ, ബുക്ക് വേറെ ആരെങ്കിലും കയ്യിലാണോ ഉള്ളതെന്നൊക്കെ നോക്കും. അപ്പൊ എന്താ? ആദ്യം സെർച്ചിങ് നടത്തും. അതുപോലെ തന്നെ സെർച്ചിങ് നടന്നിട്ടാവും എവിടെയാണെന്നുള്ള ട്രാക്ക് കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ അതൊരു ആക്ടിവിറ്റി ആണ്. അപ്പൊ ഒന്ന് രണ്ട് ആക്ടിവിറ്റീസിന്റെ കണക്ഷൻ ആയിരിക്കും. ഇന്ററാക്ഷൻ ബിറ്റ്വീൻ സീക്വൻസ് ഓഫ് ആക്ടിവിറ്റീസ് ആണ് ഇവിടെ നടക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിങ്ങൾക്ക് ബുക്ക് ഉണ്ടെങ്കിൽ ബുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ യൂസ് കേസ് എന്ന് പറയുന്ന ഒറ്റൊരു സാധനം ആയിരിക്കില്ല, ഒരുപാട് സാധനങ്ങളുടെ സീക്വൻസ് ആയിരിക്കും വരുന്നത്. പിന്നെ ഓൾട്ടർനേറ്റ് സീക്വൻസ് എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് എപ്പോഴും ഒരേ ഫ്ലോയിൽ തന്നെ നടക്കണമെന്നില്ല. നിങ്ങൾ ബുക്ക് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പൊ ടീച്ചർ വന്നു വിചാരിക്കും, അപ്പൊ എന്ത് ചെയ്യും? ടീച്ചറിന്റെ ബുക്ക് കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ അവിടെ നിർത്തിച്ചേക്കും. അപ്പൊ നിങ്ങളെ ഫ്ലോന്റെ അകത്ത് മാറിയിട്ട് വേറൊരു ഫ്ലോ ആയി അല്ലെ? അപ്പൊ ഓൾട്ടർനേറ്റ് സീക്വൻസ് ഉണ്ടാവാം. അതുപോലെ തന്നെ സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടാവില്ല. നിങ്ങൾ സിസ്റ്റത്തിന്റെ അടുത്തേക്ക് പോകുന്നു, നിങ്ങൾക്ക് ബുക്ക് കിട്ടുന്നു. അത് എങ്ങനെയാണ് സോർട്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് ഒന്നും നിങ്ങൾ നോക്കുന്ന കാര്യമില്ല. അപ്പൊ സിസ്റ്റം എന്ന് പറയുന്ന ഒരു ബ്ലാക്ക് ബോക്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്താണെന്ന് അറിയുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ യൂസ് കേസ് ക്യാപ്ചേഴ്സ് ഹൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ടേഴ്സിനെ ക്യാപ്ചർ ചെയ്യും. ഡസ് വാട്ട്, എന്തൊക്കെ ഇന്ററാക്ഷൻസ് ആണ് നമുക്ക് സിസ്റ്റമായിട്ട് ചെയ്യേണ്ടത്, അതാണ് വാട്ടിന്റെ അകത്ത് വരുന്നത്. ഫോർ വാട്ട് പർപ്പസ്, നമുക്ക് നമ്മുടെ ഗോൾ എന്താണോ ആ ഗോളിന് സാറ്റിസ്ഫൈ ചെയ്യാം.
വിത്തൗട്ട് ഡീലിംഗ് ദ ഇന്റേണൽസ്. സിസ്റ്റം ഒരു ബ്ലാക്ക് ബോക്സ് ആണ്, ഇന്റേണലി എന്താണ് നടക്കുന്നതെന്ന് നമുക്കറിയുണ്ടാവില്ല. അതാണ് യൂസ് കേസിനെ പറ്റി പറയുന്നത്. ദെൻ യൂസ് കേസിന്റെ ടെംപ്ലേറ്റ് ആണിത്. യൂസ് കേസ് ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ യൂസ് കേസിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ബിഹേവിയർ എങ്ങനെയാണെന്നുള്ളത് ഈ ടെംപ്ലേറ്റ് നോക്കിയാൽ മനസ്സിലാവും, എന്തൊക്കെയാണ് യൂസ് കേസിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഓരോന്നോരോന്ന് നോക്കാം നമുക്ക്. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവും. ഡിസ്ക്രൈബ് എ ക്വിക്ക് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ യൂസ് കേസ്. യൂസ് കേസിനെ പറ്റിയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷൻസ് എന്തിൻ്റെ അകത്ത് ഉണ്ടാവും, ഇൻട്രൊഡക്ഷൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ടാവും. ദെൻ ആരൊക്കെയാണ് ആക്ടേഴ്സ് അതുണ്ടാവും. ലിസ്റ്റ് ദ ആക്ടേഴ്സ് ദാറ്റ് interact and participate in the use case. Then precondition. Precondition എന്ന് പറഞ്ഞാൽ നമ്മൾ സിസ്റ്റം വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് സാറ്റിസ്ഫൈ ചെയ്തിരിക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ടാവും. അതാണ് പ്രീകണ്ടീഷൻ എന്ന് പറയുന്നത്. പ്രീകണ്ടീഷൻ ദാറ്റ് നീഡ്സ് ടു ബി സാറ്റിസ്ഫൈഡ് ഫോർ ദ യൂസ് കേസ് ടു പെർഫോം. ഇന്ന കണ്ടീഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ യൂസ് കേസ് പെർഫോം ചെയ്യുള്ളൂ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ടാവും. അതാണ് പ്രീകണ്ടീഷൻസ് എന്ന് പറയുന്നത്. ദെൻ പോസ്റ്റ് കണ്ടീഷൻ. പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ആക്ടിവിറ്റി ചെയ്തതിന് ശേഷം നമ്മളെ സിസ്റ്റം റീച്ച് ചെയ്യുന്ന ഒരു കണ്ടീഷൻ ഉണ്ടാവും. അതാണ് പോസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഡിഫൈൻ ദ ഡിഫറെന്റ് സ്റ്റേറ്റ്സ് ഇൻ വിച്ച് വി എക്സ്പെക്ട് ദ സിസ്റ്റം ടു ബി ഇൻ ആഫ്റ്റർ ദ യൂസ് കേസ് എക്സിക്യൂട്ട്സ്. അതായത് നമ്മളിപ്പം ഒരു ബുക്ക് എടുക്കാൻ വേണ്ടി പോവുകയാണെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾക്ക് മാക്സിമം ഒരു 3 ബുക്ക് മാത്രമേ എടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. നിങ്ങൾ ബുക്ക് എടുക്കാൻ വേണ്ടി പോയി, നിങ്ങൾ 2 ബുക്കാണ് ഓൾറെഡി നിങ്ങൾ 2 ബുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, 3ാമത്തെ ബുക്ക് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യും. അപ്പൊ അതൊരു സ്റ്റേറ്റ് ആണ്, ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താം. അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി 3 ബുക്കും എടുത്തിട്ടുണ്ട് എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, ഇനി ബുക്ക് ഇഷ്യൂ ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്നായിരിക്കും നിങ്ങൾക്ക് വരുന്ന മെസ്സേജ്. അപ്പോൾ ആ ഒരു സ്റ്റേറ്റിലേക്ക് എത്താം. അപ്പോൾ പോസ്റ്റ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ എത്താവുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്, അതാണ് പോസ്റ്റ് കണ്ടീഷൻ്റെ അകത്ത് പറയുന്നത്. ദെൻ ബേസിക് ഫ്ലോ. ബേസിക് ഫ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമലി സിസ്റ്റത്തിന്റെ ഫ്ലോ. എന്തൊക്കെയാണ് ഫ്ലോ ഉണ്ടാകുന്നത്, നിങ്ങൾ ബുക്ക് എടുക്കാൻ വേണ്ടി പോകുന്നു, ബുക്ക് സെർച്ച് ചെയ്യുന്നു, ബുക്ക് കിട്ടുന്നു, തിരിച്ചു വരുന്നു. അതാണ് നോർമലി ഉണ്ടാകുന്ന ഫ്ലോ. ഇനി ആൾട്ടർനേറ്റ് ഫ്ലോ ഉണ്ടാവാം. നിങ്ങൾ ബുക്ക് എടുക്കാൻ വേണ്ടി പോയി, അപ്പൊ നിങ്ങൾ പഴയ ബുക്കിന്റെ എന്തോ ഫൈന് കൊടുക്കാനുണ്ടായിരുന്നു, ഫൈന് കൊടുക്കാത്തതുകൊണ്ട് നിങ്ങളെ ലൈബ്രറിയൻ അവിടെ പിടിച്ചു നിർത്തുന്നു. അങ്ങനെ എന്തെങ്കിലും വേറെ ചേഞ്ചസ് വരാം. ഫൈനും കൂടി ഇഷ്യൂ ചെയ്തതിന് ശേഷം മാത്രമേ ബുക്ക് തരുള്ളൂ എന്ന് പറയുന്നു. ഫൈൻ ഇഷ്യൂ ചെയ്യാണ്ട് ബുക്ക് കിട്ടൂല എന്നൊക്കെ പറയുന്ന കേസ് വരാം. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിങ്ങൾ ബുക്കിന് കൊടുത്തു, സെർച്ച് ചെയ്തു, അപ്പൊ നിങ്ങളെ പേര് കിട്ടുന്ന സമയത്ത് എന്ത് വന്നു, ഫൈൻ ഉണ്ട് എന്ന് വന്നു. ദെൻ ഫൈൻ പേ ചെയ്യണം. ഫൈൻ പേ ചെയ്തിട്ട് മാത്രമേ ബുക്ക് ഇഷ്യൂ ചെയ്യൂ. അപ്പോൾ ഫ്ലോ എന്തായി, ഓൾട്ടർനേറ്റ് ആയി അല്ലെ. നോർമലി ആണെങ്കിൽ ബുക്കിന് പോകുന്നു, ബുക്ക് കിട്ടുന്നു, തിരിച്ചു വരുന്നു, അത്രേ ഉള്ളൂ. ഫൈൻ ഇഷ്യൂ ചെയ്യേണ്ട സമയത്ത് ബുക്കിന് പോയി സെർച്ച് ചെയ്യുമ്പോൾ ആളുടെ പേരിൽ ഫൈൻ ഉണ്ടെന്ന് കണ്ടുപിടിച്ചു, ഫൈൻ പേ ചെയ്യാൻ വേണ്ടി വേറെ പേജിലേക്ക് പോകും, ദെൻ ഫൈൻ ചെയ്യും, അതിനുശേഷം തിരിച്ചു വന്നിട്ട് വീണ്ടും ബുക്ക് ഇഷ്യൂ ചെയ്യും. അപ്പോൾ ആൾട്ടർനേറ്റ് ഫ്ലോ വന്നു. അങ്ങനെ വരാൻ വേണ്ടി സാധ്യതയുണ്ട്. പിന്നെ സ്പെഷ്യൽ റിക്വയർമെന്റ്സ്. നോർമലി ഈ സിസ്റ്റത്തിന് ഉണ്ടാവേണ്ടതല്ലാത്ത വേറെ എന്തെങ്കിലും റിക്വയർമെന്റ്സ് ഇതിൻ്റെ അകത്ത് കൂടെ ആഡ് ചെയ്യണമെങ്കിൽ അതിനെയാണ് സ്പെഷ്യൽ റിക്വയർമെന്റ്സ് എന്ന് പറയുന്നത്. ദെൻ യൂസ് കേസ് റിലേഷൻഷിപ്പ്. ഒന്നിലധികം യൂസ് കേസ് ഉണ്ടെന്ന് വിചാരിക്കും. അപ്പൊ ആ യൂസ് കേസ് തമ്മിൽ എന്തെങ്കിലും റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്യേണ്ടി വരും. ഫർദർ നമുക്ക് നോക്കുന്ന സമയത്ത് ഇതും അതുമായിട്ട് റിലേഷൻ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ട്രേസ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ റിലേഷൻസ് നമ്മൾ ഡോക്യുമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. ഇത് ഇമ്പോർട്ടന്റ് അല്ല ടെംപ്ലേറ്റ്, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ദെൻ യൂസ് കേസിന്റെ ഗൈഡ് ലൈൻസ് ആണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐഡന്റിഫൈ ഓൾ യൂസേഴ്സ്. നിങ്ങൾ സിസ്റ്റമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്ന എല്ലാ യൂസേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്യാം. രണ്ടാമത്തേന്ന് പറയുന്നത് ക്രിയേറ്റ് എ യൂസർ പ്രൊഫൈൽ ഫോർ ഈച്ച് കാറ്റഗറി ഓഫ് യൂസേഴ്സ് ഇൻക്ലൂഡിംഗ് ഓൾ റോൾസ് ഓഫ് ദ യൂസേഴ്സ് പ്ലേ ദാറ്റ് ആർ റെലവെന്റ് ടു ദ സിസ്റ്റം. അപ്പോൾ എല്ലാ യൂസേഴ്സിനെയും ഐഡന്റിഫൈ ചെയ്തു. അപ്പോൾ എല്ലാ യൂസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോർ ദാൻ 300 സ്റ്റുഡൻസ് വരും. അപ്പോൾ എല്ലാവർക്കും വേറെ വേറെ സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് കോമൺ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ ടീച്ചേഴ്സ് എടുക്കുമ്പോൾ മോർ ദാൻ 30 അബോവ് ടീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഓരോ ടീച്ചറിനും വേണ്ടിയിട്ട് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ടീച്ചേഴ്സിന് മറ്റൊരു കോമൺ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും, പ്രിൻസിപ്പലിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും, സ്റ്റാഫിന് വേണ്ടിയിട്ട് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് അവർക്ക് ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. അതാണ് പറയുന്നത്, അവരുടെ റോളിനനുസരിച്ച് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യും. ദെൻ ക്രിയേറ്റ് എ യൂസ് കേസ് ഫോർ ഈച്ച് ഗോൾ. ആ സിസ്റ്റത്തിന്റെ അകത്ത് പെർഫോം ചെയ്യേണ്ട ഗോൾ ഉണ്ടാവും. ബുക്കിനെ റിക്വസ്റ്റ് ചെയ്യുക, ബുക്ക് ഇഷ്യൂ ചെയ്യുക, ബുക്ക് റിട്ടേൺ ചെയ്യുക, അതൊക്കെ ഉള്ളുണ്ടാവും. അപ്പൊ അതിനെന്ത് ചെയ്യും, അതിന് യൂസ് കേസ് ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അതിന് ഹയർ ആയിട്ടുള്ള യൂസ് കേസ് ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും എന്ത് ചെയ്യാം, സബ് ഡിവൈഡ് ചെയ്തിട്ട് ലോവറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് പറയുന്നത്. ദെൻ സ്ട്രക്ചർ ദ യൂസ് കേസ്. യൂസ് കേസിന് ഒരു സിമ്പിൾ സ്ട്രക്ചർ കൊടുക്കുക, കോംപ്ലക്സ് സ്ട്രക്ചർ ആവാൻ വേണ്ടി പാടില്ല, സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കൊടുക്കും. Then review and validate the with the users. എന്ത് ചെയ്യുക, ഇതിനെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റിവ്യൂ ചെയ്യാം.
എന്നിട്ട് യൂസേഴ്സിനെ ഒന്ന് വാലിഡേറ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ യൂസ് കേസിന്റെ പുറമേ ഉള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആയി. ഇനി യൂസ് കേസിന്റെ പിക്ചോറിക്കൽ റെപ്രസെന്റേഷൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.